നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് പാർട്ട് 2 പൗരത്വത്തെക്കുറിച്ചാണ്. 5 മുതൽ 11 വരെയുള്ള ആർട്ടിക്കിളാണ് നമ്മൾ പറഞ്ഞത്. 11ാമത്തെ ആർട്ടിക്കിളിൽ പറയുന്നത് ഇന്ത്യൻ പൗരത്വവുമായി ബന്ധപ്പെട്ട് ഏത് നിയമം നിർമ്മിക്കുന്ന അധികാരം പൂർണ്ണമായും ഇന്ത്യൻ പാർലമെൻറ്റിനായിരിക്കും. ആ അധികാരം ഉപയോഗിച്ചിട്ടാണ് 1955 ഇന്ത്യൻ പാർലമെൻറ്റ് ഇന്ത്യൻ പൗരത്വ നിയമം പാസ്സാക്കിയത്. ഇന്ത്യയിലെ പൗരത്വവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന നിയമമാണ് ഇത് എന്ന് പറയാം. അതിനൊട്ടേറെ ഭേദഗതികൾ പിന്നീട് വന്നിട്ടുണ്ട്. ഈ നിയമത്തിലെ സെക്ഷൻ 3 മുതൽ സെക്ഷൻ 10 വരെയുള്ള ഭാഗത്ത് പറയുന്നത്, ആദ്യത്തെ 5 സെക്ഷനിൽ പറയുന്നത്, 3 മുതൽ 7 വരെ സെക്ഷനിൽ പറയുന്നത് എങ്ങനെ ഒരാൾക്ക് ഇന്ത്യൻ പൗരത്വം ആർജിക്കാം, 8, 9, 10 പറയുന്നത് എങ്ങനെ ഒരാൾക്ക് ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടാമെന്നതിനെ കുറിച്ചാണ്. ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഇവിടെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. നമുക്ക് പൗരത്വം നേടുന്ന 5 മാർഗ്ഗങ്ങളാണ്. അല്ല, സെക്ഷൻ 3 പറയുന്നത് ബൈ ബർത്ത്. നമ്മൾ ഇന്ത്യക്കാരായ അച്ഛൻ്റെയും അമ്മയുടെയും മക്കളായി ഇവിടെ ജനിച്ചാൽ നമ്മൾ സ്വാഭാവികമായി ഇന്ത്യൻ പൗരനാണ്. മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് അതാണ് ഒന്നാമത്തെ മാർഗ്ഗം. രണ്ടാമത്തെ മാർഗ്ഗം എന്ന് പറയുന്നത് ബൈ ഡിസെൻ്റ് ആണ്. ഇന്ത്യക്കാരായ അച്ഛനും അമ്മയ്ക്കും കുട്ടികൾ ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്ത് ജനിച്ചാൽ അവർക്ക് സ്വാഭാവികമായും ഇന്ത്യൻ പൗരത്വം ലഭിക്കുമെന്നുള്ളതാണ്. മൂന്നാമത്തത് ബൈ രജിസ്ട്രേഷനിലൂടെയാണ്. അതിവിടെ 3 രീതിയിലുണ്ട്. ഒന്ന്, ഇന്ത്യൻ വംശജർ ഒരിക്കൽ വേറെ രാജ്യത്തിന് പൗരത്വം സ്വീകരിച്ചു എന്ന് കരുതുക. അവർക്ക് ഇപ്പോൾ അത് ക്യാൻസൽ ചെയ്ത് ഇന്ത്യൻ പൗരത്വം നേടണമെങ്കിൽ അവർക്ക് സ്വാഭാവികമായി രജിസ്ട്രേഷൻ നേടിയെടുക്കാവുന്നതാണ്. അതുപോലെ ഒരു വിദേശ പൗരത്വമുള്ള ഒരു സ്ത്രീയെ വിവാഹം കഴിച്ച് ഇന്ത്യൻ മരുമകളായി ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ സ്വാഭാവികമായി രജിസ്ട്രേഷനോടെ അവർക്ക് ഇന്ത്യൻ പൗരത്വം നേടാം. ഉദാഹരണം സോണിയാഗാന്ധി. ഇവിടെ മൂന്നാമത്തെ മാർഗ്ഗം എന്ന് പറയുന്നത് ഐറിഷ് റിപ്പബ്ലിക്കിലെയും കോമൺവെൽത്തിലെയും രാജ്യങ്ങൾക്ക് ഇന്ത്യൻ പൗരത്വം നേടാവുന്നതാണ് രജിസ്ട്രേഷനിലൂടെ. ഇനി അടുത്തത് സെക്ഷൻ 6 പറയുന്നത് ചിരകാല അധിവാസമാണ്, നാച്ചുറൽ രജിസ്ട്രേഷൻ. 12 കൊല്ലം ഇവിടെ സ്ഥിരമായി താമസിക്കുകയും വേറെ രാജ്യത്തിൻ്റെ പൗരത്വം ഉണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്യുകയും സ്വാഭാവികമായിരിക്കുകയും ഭരണഘടനയുടെ ഷെഡ്യൂൾ 8 പറയുന്ന ഔദ്യോഗിക ഭാഷകളുടെ ഏതെങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കുകയും ചെയ്യുന്നവർക്ക് സ്വാഭാവികമായും ഈ നാച്ചുറലൈസേഷനോടെ ഇന്ത്യൻ പൗരത്വം നേടിയെടുക്കാവുന്നതാണ്. നിയന്ത്രണങ്ങൾക്ക് വിധേയമായി നേടിയെടുക്കാവുന്നതാണ്. അതുപോലെ ഇതിൽ ലാസ്റ്റ് സെക്ഷൻ 7 പറയുന്നത് അനക്സേഷനിലൂടെയാണ്, കൂട്ടിച്ചേർക്കുന്നതിലൂടെ. ഒരു പ്രദേശം കൂട്ടിച്ചേർക്കുന്നതോടുകൂടി, ഉദാഹരണത്തിന് പോർട്ടുഗീസുകാരുടെ ഗോവയെല്ലാം 1961 കൂട്ടിച്ചേർത്തു. ഫ്രഞ്ചുകാരുടെ മാഹിയും പ്രദേശങ്ങളെല്ലാം 1954 കൂട്ടിച്ചേർത്തു. സ്വാഭാവികമായും അവർക്ക് ഇന്ത്യൻ പൗരത്വം നേടാൻ പറ്റും. ഇനി ഏതൊക്കെ രീതിയിലാണ് ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടുക എന്നുള്ളത് സെക്ഷൻ 8, 9, 10 പറയുന്നുണ്ട്. സെക്ഷൻ 8 പറയുന്നത് റിനൗൺസിയേഷനാണ്. നിങ്ങൾക്ക് സ്വയം വേണ്ടാന്ന് നോക്കാം. ഇന്ത്യൻ പൗരത്വം ഞാൻ സ്വയം വേണ്ടാന്ന് നോക്കാം. FM ഹുസൈൻ ചെയ്തത് അങ്ങനെയാണ്. ഖത്തർ പൗരത്വം സ്വീകരിക്കുകയും ഇന്ത്യൻ പൗരത്വം വേണ്ട നോക്കുകയും ചെയ്തു. അതാണ് ഒരു മാർഗ്ഗം. ഇവിടുത്തെ രണ്ടാമത്തെ മാർഗ്ഗം എന്ന് പറയുന്നത് ടെർമിനേഷനാണ്. നിങ്ങൾ അറിയാതെ വേറെ രാജ്യത്തിൻ്റെ പൗരത്വം സ്വീകരിച്ചു എന്ന് കരുതുക. സ്വാഭാവികമായും നിങ്ങളുടെ ഇന്ത്യൻ പൗരത്വം റദ്ദ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. മൂന്നാമത്തെ മാർഗ്ഗം ഡിപ്രവേഷനാണ്. ഡിപ്രവേഷൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, രജിസ്ട്രേഷനിലൂടെയും നാച്ചുറലൈസേഷനിലൂടെ ഇന്ത്യൻ പൗരത്വം നേടിയെടുക്കാനുള്ള വകുപ്പുണ്ടല്ലോ. എങ്ങനെയാണ് ഇന്ത്യൻ പൗരത്വം നേടാമെന്ന് ചോദിച്ചാൽ, പക്ഷേ ഇവിടെ എന്തെങ്കിലും വ്യാജ പ്രമാണങ്ങളോ രേഖകളോ ചമച്ചിട്ടാണ് നിങ്ങൾ ഇന്ത്യൻ പൗരത്വം നേടിയെടുത്തത് എന്ന് പിന്നീട് തെളിയിക്കപ്പെട്ടാൽ സ്വാഭാവികമായും നിങ്ങൾക്ക് പൗരത്വ അപഹാരം ഉണ്ടാകും, അല്ലെങ്കിൽ ഡിപ്രവേഷൻ ഓഫ് ദ സിറ്റിസൺഷിപ്പ് ഉണ്ടാകും. നിങ്ങൾ പൗരത്വം നഷ്ടപ്പെടും. ഇങ്ങനെ